അപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ മനസ്സിനെ റിക്കവർ ചെയ്യാനായിട്ട് നമ്മൾക്ക് കഴിയും, തീർച്ചയായിട്ടും കഴിയും. കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ എടുക്കേണ്ടി വരുമെന്ന് മാത്രമാണ്. നമ്മൾ അവരുടെ ഓർമ്മകളെ പൂർണ്ണമായിട്ട് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾക്ക് ഫോൾട്ട് പറ്റുന്നത് എവിടെയാണ്? അതായത് നമ്മൾ പ്രണയത്തിലാകുന്ന വ്യക്തിയെപ്പറ്റി 24 hours നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇമോഷണലി ആ പ്രണയബന്ധത്തിലേക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്നത്. പക്ഷേ ആ അറ്റാച്ച്മെന്റ് ആണ് നമ്മളെ തോൽപ്പിച്ച് കളയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും കഴിയും. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എസ്കേപ്പ് ആകണമെങ്കിൽ, അതായത് ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ചെന്ന് പെട്ടിരിക്കുന്നതെങ്കിൽ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും. കാരണം ഈ പ്രണയബന്ധം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നിങ്ങൾക്ക് ഗുണവുമില്ല, യാതൊരു വിധത്തിലുള്ള ഫെസിലിറ്റീസ് അതിൽ നിന്നും കിട്ടുന്നില്ല. അങ്ങനെയാകുമ്പോൾ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രണയബന്ധം നിങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ആ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം, ഈ പ്രണയബന്ധം എനിക്കിനി വേണ്ട എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും തീരുമാനിക്കുന്ന ആ നിമിഷത്തിലാണ് അവിടെ ആ പ്രണയബന്ധം റീസ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിൽ അകപ്പെടുമ്പോഴാണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും, നമ്മളുടെ പ്രശ്നങ്ങളെ അറിയാനും, നമ്മളെ കെയർ ചെയ്യാനും, പ്രൊട്ടക്ഷൻ ചെയ്യാനും, നമ്മളെ സ്നേഹിക്കാനും ഒരാളുണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയായിട്ട് നമ്മൾ കരുതും. കാരണം നമ്മളുടെ മനസ്സിന്റെ സ്റ്റാറ്റസ് ആ സമയത്ത്, ആ കറന്റ് ഫീലിങ്സ് ആ സമയത്ത് അങ്ങനെയായിരിക്കും. മനുഷ്യർ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് പ്രണയബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണെന്നാണ് പറയുന്നത്. പക്ഷെ ആ പ്രണയബന്ധം പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുമ്പോൾ നമ്മൾ വളരെയധികം ഫ്ലോപ്പായി പോകും. കാരണം നമുക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മൾ ജീവിതം തന്നെ നമുക്ക് ശൂന്യമായി പോയതുപോലെ തോന്നും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്സിലേക്ക് നോക്കുക. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രണയബന്ധത്തിൽ അകപ്പെട്ടു പോയതുകൊണ്ട് വേറെ ആരെയും കണ്ടിരുന്നില്ല, മറ്റുള്ളവരുടെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. നമ്മുടെ പാരൻസിന്റെ ആയാലും ഫാമിലിയുടെ ആയാലും നമ്മുടെ ഫ്രണ്ട്സിന്റെ ആയാലും സ്നേഹത്തിനൊക്കെ മുകളിലാണ് നമ്മൾ പ്രണയത്തിൽ ഏർപ്പെട്ടിരുന്ന ആൾക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ചുറ്റും നമ്മൾ നിരന്നു നിൽക്കുന്ന ആ സ്നേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അധികം പ്രണയബന്ധങ്ങൾ ഫ്ലോപ്പായി പോയാൽ, ബ്രേക്കപ്പായി പോയാൽ നമ്മൾ ഏറ്റവും അധികം തകർന്നു പോകുന്ന അവസ്ഥ വരുന്നത് അതുകൊണ്ട് മാത്രമാണ്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈസി ആയിട്ട് റിക്കവർ ആകാനായിട്ട് നമുക്ക് കഴിയും. പക്ഷെ ആഴ്ചകളോ മാസങ്ങളോ എടുക്കേണ്ടി വരും, ചിലപ്പോൾ 1 വർഷത്തോളം വേണ്ടി വരും. പക്ഷെ നമ്മൾ തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ അവരുമായിട്ട് നമ്മൾ ഇടപെട്ട സാഹചര്യങ്ങൾ വീണ്ടും നമ്മൾ ചെന്ന് പെടുകയാണെങ്കിൽ ആ സ്ഥലങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ച വഴികൾ കാണുമ്പോഴേക്ക് നമുക്ക് അവരെ ഓർമ്മ വരാം, അല്ലെങ്കിൽ അവരെ പോലെ സിമിലറായ വ്യക്തികളെ കാണുമ്പോൾ അവരെ ഓർമ്മ വരാം. പക്ഷെ അതെല്ലാം റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലേക്ക് ഉൾക്കൊള്ളുക, റിയാലിറ്റിയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു റിലേഷൻഷിപ്പിലായിരുന്നു, നമ്മൾക്ക് അതിന് പറ്റാത്തത് കൊണ്ട് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയി എന്ന് വിചാരിക്കുക. യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുക, ഒരു വ്യക്തി നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വന്നു, അയാള് പോയതിന് ശേഷം നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും റീബർത്താണ് വരുന്നത്. ആ വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോകണം എന്നുള്ളത് യൂണിവേഴ്സിന്റെ തന്നെ ഒരു തീരുമാനം തന്നെയാണ്. അപ്പോൾ ആ വ്യക്തി പോയതിന് ശേഷം വേണം നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ, പുതിയ പുതിയ വ്യക്തികൾ എൻ്റർ ചെയ്യാൻ. മനുഷ്യജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട്, പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ പുതിയ കാര്യങ്ങളും പല പ്രതിഭാസങ്ങളും നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യണം. അല്ലാതെ ഒരേ സ്റ്റാബിളായ അവസ്ഥയിലല്ല നമ്മൾ നിൽക്കേണ്ടത്. ഒരുപക്ഷെ നമ്മൾ സ്നേഹിച്ച വ്യക്തിയേക്കാൾ വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരിക്കാം പിന്നീട് നമ്മൾ കണ്ടുമുട്ടുന്നത്. അതോടൊപ്പം നമ്മുടെ ലൈഫിന് ഏറ്റവും സ്യൂട്ടബിൾ പിന്നെ വരുന്ന വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായിട്ട് രണ്ടാമത് കണ്ടുമുട്ടുന്ന വ്യക്തിയുമായി നല്ലൊരു ലൈഫ് ഷെയർ ചെയ്യുമ്പോഴായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ സത്യം. കാരണം ഈ വ്യക്തി തന്നെയാണ് എനിക്ക് സ്യൂട്ടബിൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഒരു റിലേഷൻഷിപ്പ് അല്ല എല്ലാം, ആ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കടക്കുക എന്നുള്ളൊരു നിമിത്തം മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിന് രക്ഷപ്പെടാൻ കഴിയും. അത് നിങ്ങൾ തന്നെ വിചാരിക്കണം എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സിറ്റുവേഷനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയാൽ അതിന് രക്ഷപ്പെടാനായിട്ട് കഴിയും.